കുട്ടികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലെറ്റർ ഓ. അതിൻ്റെ ശബ്ദം എന്താണ്? ഒ. ലെറ്റർ ഓ, അതിൻ്റെ ശബ്ദം ഒ. ഒ. അപ്പൊ കുറച്ചു ശബ്ദം വെച്ചിട്ട് 2-3 വാചകങ്ങൾ നമുക്ക് വായിക്കാം. ഓ സൗണ്ട് മറക്കാതിരിക്കാൻ ഒരു പാട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പൊ ഇന്നത്തെ ലെസൺ എന്താണ്? നമ്മൾ എങ്ങനെയാണ് ഈ ലെറ്റർ എഴുതേണ്ടത്, അതിൻ്റെ ശബ്ദം എന്താണ്, ആ ശബ്ദം വെച്ച് കുറച്ച് 3-4 വാചകങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ വലുതും ചെറുതുമായിട്ട് ഭയങ്കര എളുപ്പമുള്ളൊരു ലെറ്ററാണിത്. എന്നാൽ നല്ല ശൈലിന് എഴുതാം. അതാണ് വലിയ ഓ, ഇത് ചെറിയ ഓ, അത്രയേ ഉള്ളൂ. എങ്ങനെ എഴുതുന്നത്? ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് കൈ എടുക്കാതെ വരും, ഇങ്ങനെ ഇവിടം വരെ വരും. അതേപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ, ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ കൈ എടുക്കാതെ എവിടം വരെ വരും. അതാണ് ലെറ്റർ ഓ. ഇതിൻ്റെ ശബ്ദം എന്താണ്? ഓ. ഇത് നമ്മൾ എഴുതാൻ പഠിച്ചു. ഇനി കുറച്ച് വാക്കുകൾ ഞാനിവിടെ എഴുതും. അതിൻ്റെ ശബ്ദം വെച്ചിട്ട് ഓ സൗണ്ട് വെച്ചിട്ട് 2-3 വേർഡ്സ് നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓ വെച്ചിട്ട് എങ്ങനെ പറയുന്നത് പാട്ട്. ആ പാട്ട് പഠിക്കുമ്പോൾ ഓ ശബ്ദം നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇപ്പോ ഞാനീ വരച്ചിരിക്കുന്നത് എന്താന്ന് പറയണം. നല്ലൊരു രസമുള്ളൊരു സാധനമായത്. നിങ്ങളിത് കണ്ട ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇതിന് ഒത്തിരി കാലുകളുണ്ട്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പേര്? ഇതിന്റെ പേരാണ് ഒക്ടോപ്പസ്. ഇതിന്റെ പേരെന്താണ്? ഒക്ടോപ്പസ്. ഇതിന്റെ പേരെന്താണ്? പേര് പറയൂ. ഒക്ടോപ്പസ്. അപ്പൊ ശബ്ദം പറയൂ. ആ. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലെറ്റർ ഓ, അതിന്റെ ശബ്ദം ഓ. ഇതെന്താ ഇത്? ഒക്ടോപ്പസ്. അപ്പൊ ഓ ഓ ഒക്ടോപ്പസ്. ഒക്ടോപ്പസ്. പിന്നെ ഇതെന്താന്ന് പറയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമായത്, ഒരു പക്ഷിയായത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പക്ഷിയാണ്. ഈ പക്ഷിയുടെ പേരെന്താണ്? നല്ലോണം ഓടും, ഭയങ്കരമായിട്ട് ഓടുന്നൊരു സാധനമാണ്, ഒരു പക്ഷിയാണ്. ഈ പക്ഷിയുടെ പേര് ആർക്കറിയാം? ഓസ്ട്രേലിയയിൽ ഉള്ള ഒരു പക്ഷിയാണ്. അതിന്റെ പേര് പറയൂ. അറിയില്ലേ? ഈ പക്ഷിയുടെ പേരാണ് ഓസ്ട്രിച്ച്. ഓക്കെ, ഈ പക്ഷിയുടെ പേരെന്താണ്? ഓസ്ട്രിച്ച്. ഓക്കെ, ഇതിന്റെ പേരാണ് ഓസ്ട്രിച്ച്. അപ്പൊ ഇതിന്റെ ശബ്ദം പറയൂ. ആദ്യത്തെ ശബ്ദം എന്താണ്? ഓ. ഇതിന്റെ ആദ്യത്തെ ശബ്ദം എന്താണ്? ഓ. ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ച്. ഓ. പിന്നെ ഇതെന്താന്ന് പറയൂ. ഇയാൾക്കൊരു വലിയൊരു തലയുണ്ട്, 2 വലിയ കണ്ണുണ്ട്, തലയിൽ 2 വലിയ കൊമ്പുണ്ട് ഇങ്ങനെ. എന്താന്ന് പറയൂ. ഇയാൾക്ക് കണ്ണ് കാണത്തില്ല, രാത്രിയിലെ കണ്ണ് കാണുള്ളൂ. അപ്പോ ഈ പക്ഷിയുടെ പേരറിയാവോ? ഈ പക്ഷിയുടെ പേരാണ് ഔൾ. ഈ പക്ഷിയുടെ പേരെന്താണ്? ഔൾ. ഓക്കെ, ഇയാളുടെ പേരാണ് ഔൾ.
ശബ്ദം പറയൂ. ഓ. ശബ്ദം ഓ. ഔൾ. നമ്മൾ പഠിക്കുന്ന ശബ്ദം എന്താണ് ഇന്ന്? ഓ. അതിന്റെ ശബ്ദം ഒ. ഓ. ഒക്ടോപസ്. ഓ. ഔൾ. ഓ. ഓസ്ട്രിച്ച്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം ഇത്. ഓക്കെ, എന്താന്ന് പറയൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് നല്ല രുചികരമായ സാധനം. അത് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. എന്താ ഇത്? ഓറഞ്ച്. വെരി ഗുഡ്. ഓ. ശബ്ദം ഓ. ഓറഞ്ച്. ഓറഞ്ച്. ഇപ്പോ ഇതെന്താണെന്ന് പറയൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇത് തിന്നാല് ഭയങ്കരമായിട്ട് എരിയും. എന്ത് സാധന ഇത്? ഓണിയൻ. എന്താ ഇത്? ഓണിയൻ. ഓ. നമ്മളിന്ന് പഠിക്കുന്നത് എങ്ങനെ എഴുതണം ലെറ്റർ ഓ. അതിന്റെ ശബ്ദം എന്താണ്? ഓ. അപ്പൊ ഈ വാക്കുകൾ എങ്ങനെ പഠിക്കണം? ഓ. ഒക്ടോപസ്. ഓ. ഔൾ. ഓ. ഓസ്ട്രിച്ച്. ഓ. ഓണിയൻ. ഓ. ഓറഞ്ച്. അപ്പൊ നമ്മൾ വാക്കുകൾ പഠിച്ചു. അതിന്റെ ശബ്ദം ഓ ആണെന്ന് മനസ്സിലായി. ഇപ്പോ അത് നമ്മൾക്ക് മനസ്സിൽ വെക്കാനായിട്ട് ഈ ഓ സൗണ്ട് ഒരു ചെറിയ പാട്ട് ഞാൻ പറഞ്ഞു തരാം. രാത്രിയാകുമ്പം നമ്മൾ കിടക്കുന്ന സമയത്ത് രാത്രിയാകുമ്പം സൂര്യനെല്ലാം ഉറങ്ങി കഴിയുമ്പം മമ്മി എന്താണ് വീട്ടിലുള്ള ഇടുന്നത്? മമ്മി ഒരു ബട്ടൺ സ്വിച്ച് ചെയ്യില്ല. അതെന്താ ഇത്? ലൈറ്റ് വരാനായിട്ട്. അപ്പോൾ രാത്രിയാകുമ്പം ലൈറ്റ് ഒന്നുമില്ലാത്തപ്പോൾ നമ്മൾ ഒരു സ്വിച്ച് ഓൺ ചെയ്യും അല്ലേ? അപ്പം ലൈറ്റ് വരും. പിന്നെ നമ്മൾ ഉറങ്ങാൻ പോകുമ്പം ആ ലൈറ്റ് ആ സ്വിച്ചിനത് ഓഫ് ചെയ്യും. അപ്പൊ അതിൻ്റെ ഒരു പാട്ടാണത്. ഓക്കെ, ശ്രദ്ധിച്ചു കേൾക്കുക, എൻ്റെ കൂടെ പാടുക. Now it's dark, the lights go on. Oh, 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 oh. Time for bed, the lights go off. Oh, 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 oh. അപ്പൊ ലെറ്റർ ഓയുടെ ശബ്ദം എന്താണ്? ഓ. ഒരു പ്രാവശ്യം പാടാം. Now it's dark, the lights go on. Oh, 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 oh. Time for bed, the lights go off. Oh, 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 oh. അപ്പൊ ഓയുടെ ശബ്ദം എന്താണ്? ഓ. കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയൊരു ശബ്ദമാണ്. പിന്നെ ലെറ്റർ പി, അതെങ്ങനെ എഴുതണം, വലുതും ചെറുതും എങ്ങനെ എഴുതണം, ശബ്ദം എങ്ങനെ ഓർമ്മിപ്പിക്കണം, ഓർമ്മയിൽ വെക്കണം. പിന്നെ കുറച്ച് വാക്കുകൾ ഞാൻ ഈ ശബ്ദം വെച്ചിട്ട് എഴുതും. അപ്പോൾ പി, ലെറ്റർ പി, അതിൻ്റെ ശബ്ദം എന്താണ്? ഫ. ഇപ്പോ നമ്മളുടെ വിരലിങ്ങനെ വെച്ചിട്ട് ചുണ്ടിൻ്റെ അവിടെ ഫ എന്ന് പറയുമ്പം ആ കാറ്റ് ഈ വിരലയിൽ പതിക്കണം. അതാണ് ലെറ്റർ പിയുടെ ശബ്ദം. ഫ ഫ ഫ. ഓക്കെ, അപ്പോ എങ്ങനെ എഴുതണ്ടേ? പി എങ്ങനെ എഴുതും? വലിയ പി എഴുതുമ്പോ മേലെ നിന്ന് താഴ്ത്തോട്ട്, പിന്നെ എങ്ങനെ, ഇതാണ് ക്യാപിറ്റൽ പി. മേലെ നിന്ന് താഴ്ത്തോട്ട്, കൈ എടുക്കാതെ, ഇവിടെ നിന്ന് ഇങ്ങനെ കൈ എടുക്കാതെ. അതേപോലെ തന്നെ ചെറിയ പി എഴുതുമ്പോൾ
എങ്ങനെ കൈയെടുക്കാതെ എങ്ങനെ അല്ലെ ഇങ്ങനെ. ഇപ്പൊ ഇവിടെ നിന്ന് താഴ്ത്തോട്ട് കൈയെടുക്കാതെ, ഇവിടെ നിന്ന് ഇങ്ങനെ കൈയെടുക്കാതെ. അപ്പോൾ ലെറ്റർ പി എങ്ങനെ എഴുതണമെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഞാൻ എന്താ പറഞ്ഞ, ഒരു വിരലെടുത്തിട്ട് ചുണ്ടിൻ്റെ അവിടെ വെച്ചിട്ട് ഫ, അതാണ് പിയുടെ ശബ്ദം ഫ. ഇപ്പോ ഫ ശബ്ദം വെച്ചിട്ട് 2-3 വാക്കുകൾ ഞാൻ എഴുതാം. ഇപ്പോ ഞാൻ ഈ വരച്ചേക്കുന്ന എന്താന്ന് പറയുക. എന്താ ഇത്? പെൻസിൽ. ഇതെന്താണ്? പെൻസിൽ. ഫ ഫ ശബ്ദം എന്താണ്? ഫ. പെൻസിൽ. ഇപ്പോ ഇതെന്താന്ന് പറയൂ. ഇതെന്താ ഇത്? പെൻ. സൗണ്ട്, അവരുടെ ശബ്ദം പറയൂ. ഫ. ഒരു ഫിംഗർ ഇങ്ങനെ വെച്ചിട്ട് ആ കാറ്റ് ആ വിരലെ വരണം, അതാണ് ഫ. പെൻ. പെൻ. ഇപ്പോ ഇതെന്താണെന്ന് പറയൂ. ഇതെന്താണ്? പോട്ട്. പ ഫ പോട്ട്. പോട്ട്. പെൻ, പെൻസിൽ, പോട്ട്. ഇപ്പോ ഇതെന്താണെന്ന് പറയൂ. ഇതെന്താ ഇത്? പിഗ്. ഫ. പിഗ്. ഫ. പിഗ്. ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ശബ്ദം പഠിക്കുന്നത്? ഫ. പിഗ്, പെൻസിൽ, പെൻ, പോട്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു, പിന്നെ നല്ല രസമാണ്. ഇതെന്താണെന്ന് പറയൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് പേരക്ക. പിന്നെ എന്താ പറയുന്നത്? ഫേ. ഇതിനെന്താ പറയുന്നത്? ഫേ. അപ്പോ ഒരു വിരലെടുത്തിട്ട് ഫ. എന്താ പറയുന്നത്? ഫ. ഫേ. ഫേ. ഇപ്പോ ഇതെന്താന്ന് പറയൂ. നമ്മൾക്ക് വീട്ടിൽ മമ്മി ഉപയോഗിക്കുന്ന സാധനം ഇത്. ഇതെന്താ ഇത്? ഫാൻ. വെരി ഗുഡ്. ഫ. ഫ. ഫാൻ. ഫാൻ. ഇപ്പോൾ നമ്മൾ കുറച്ചു വാചകങ്ങൾ പഠിച്ചു. ഇതിന്റെ ശബ്ദം, ഈ ലെറ്ററിന്റെ ശബ്ദം പഠിച്ചു. എന്താ ശബ്ദം? ഫ. ഇപ്പൊ നമുക്ക് ഈ വാക്കുകളൊന്ന് വായിക്കാം. ഓക്കെ. ഫ പെൻസിൽ, ഫ പെൻ, ഫ പോട്ട്, ഫ പിഗ്, ഫ pear, ഫ പാൻ. ഈ ശബ്ദം ഫ അത് നമുക്കിന്റെ മനസ്സിൽ വരാനും ഓർമ്മിക്കാനും ചെറിയ പാട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മളുടെ ബർത്ത്ഡേ വരുമ്പോ മമ്മി എന്താ ചെയ്യാ? മമ്മി ഒരു കേക്ക് മേടിക്കും, ഒത്തിരി മെഴുകുതിരികൾ അതുമേൽ വെക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യും? അത് ആ തിരികൾ ഊതും. ഇപ്പോ മമ്മി
മേടിച്ചിരിക്കുന്നത് ഒരു പന്നിയുടെ, ഒരു പിഗിന്റെ ഷേപ്പുള്ള ഒരു കേക്കാണ്. അപ്പൊ അതിന് മേലെ നമ്മൾ എന്താ ചെയ്യാൻ പോണ? മെഴുകുതിരികൾ വെക്കാൻ പോകുന്നു. ഇപ്പൊ പാട്ട് ഇങ്ങനെ പോണ. അപ്പോൾ കേക്ക് ഇവിടെ റെഡിയാണ്. കാൻഡിൽ നമ്മൾ ഒത്തിരി തിരികളെല്ലാം 3-4 തിരികൾ വെച്ചു. നമ്മളിപ്പോൾ പാട്ട് പാടാൻ പോവാണ്. ഓക്കെ, ഒരു ഫിംഗർ ഇങ്ങനെ വെക്കണം. അപ്പോൾ നമുക്ക് ഫ സൗണ്ട് കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചു കേൾക്കുക. എല്ലാ തിരിയും നമ്മൾ ഊതിക്കളയണം. ഓക്കെ, മനസ്സിലൊരു നല്ലൊരു കാര്യം ഈ ബർത്ത്ഡേക്ക് വരണമെന്ന് വെച്ചിട്ട് അത് ഓർത്തിട്ട് എല്ലാ തിരിയും നമ്മൾ എന്താ ചെയ്യണം? കത്തിച്ച് തിരിയൊക്കെ കെടുത്തി കളയണം. അപ്പോ ഇതാണ് തിരി. Puff out the candles on the pink pig cake. Puff out the candles on the pink pig cake. Puff out the candles on the pink pig cake. Puff, puff, puff. Okay? അപ്പോ പിങ്ക് കേക്ക് പിങ്ക് ആണ്, പിഗിന്റെ ഷേപ്പാണ്. ഒത്തിരി മെഴുതിരിയിൽ നമ്മൾ എല്ലാം ഊതിക്കളഞ്ഞിട്ട് പാടുകയാണ്, പാട്ട് പാടുകയാണ്. ഓക്കെ, puff out the candles on the pink pig cake. Puff out the candles on the pink pig cake. Puff out the candles on the pink pig cake. Puff, puff, puff. Puff out the candles on the pink pig cake. Puff, 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 puff എന്ന് പറയുമ്പോൾ ആ തിരിയെല്ലാം കെട്ടു. ഒരു പ്രാവശ്യം നമുക്ക് പാടാം. ഓക്കെ, കൈ ഇങ്ങനെ വെക്കുക. നമ്മൾ ഫ എന്ന് പറയുമ്പോൾ കാറ്റ് ഈ വിരലുമേൽ വീഴണം. Puff out the candles on the pink pig cake. Puff out the candles on the pink pig cake. Puff out the candles on the pink pig cake. Puff, puff, puff. Puff out the candles on the pink pig cake. Puff, puff, puff. അപ്പൊ പിന്റെ ശബ്ദം ഫ. ഈ വാക്കുകൾ ഒന്നുകൂടി പറയാം. ഫ പെൻസിൽ, ഫ പെൻ, ഫ പോട്ട്, ഫ പിഗ്, ഫ പേ, ഫ പാൻ.